ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഓട്സ് കൊണ്ട് നല്ലൊരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. നമ്മളിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യുക സ്റ്റീൽ കട്ട് ഓട്സ് ആണ്, പിന്നെയാണ് നമ്മൾ റോൾഡ് ഓട്സ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാനിൽ. അതിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അത് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതേ പാത്രത്തിലോട്ട് ഒരു കപ്പ് റോൾഡ് ഓട്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ സിമ്മിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ദേ നമ്മളൊന്ന് എടുത്തിട്ട് കൈയോട് ഇതാക്കുമ്പോൾ ഒന്ന് പൊടിയുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടാറട്ടെ. നമ്മൾ ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഒരു 4 ഏലക്കയുടെ കുരുവാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. തോലിടുന്നില്ല, കാരണം അത് അടിയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു 6 അണ്ടിപ്പരിപ്പും കൂടി നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. നന്നായി തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം, നല്ല ഫൈൻ പൗഡറായിട്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ഫൈൻ പൗഡറായിട്ട് ഇവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മളത് മിക്സിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 2 പിഞ്ച് ഉപ്പാണ് കേട്ടോ. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഉപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഒരു 1/2 കപ്പ് നാളികേരമാണ്, ചിരവിയ തേങ്ങ. പിന്നെ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ ശർക്കരയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു 1/4 കപ്പാണ്. 1/4 കപ്പ്. ഇത് നമ്മൾ ഉരുക്കിയെടുത്തൊന്നല്ല, ചെറിയ കഷ്ണങ്ങളായിട്ട് അരിച്ചിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ടൊന്ന് അടിക്കുമ്പോൾ ഇങ്ങനെയായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമില്ലാതെ തന്നെയാണ് ശർക്കര നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. എന്നിട്ട് കൈ വെച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഓട്സിൻ്റെ പൗഡറും നാളികേരും അതുപോലെ തന്നെ ശർക്കരയൊന്ന് നന്നായി മിക്സായി വരണം. അപ്പോൾ ഇവിടെ നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചില്ല ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിയും, അത് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിൽ ഇഷ്ടമുള്ള അതായത് നിങ്ങളിലുള്ള നട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം എടുത്തു എന്നുള്ളൂ. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. ഇത് നമ്മൾ കയ്യിലോട്ട് കുറച്ച് നെയ്യ് തൂവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. ഇത് വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇത് നന്നായി തന്നെ നമ്മുടെ കുട്ടികളുടെ ബോൺ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റും നന്നായിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി നമ്മൾ അടുത്ത് നല്ലൊരു റെസിപ്പിയായി വരുമെന്ന പ്രതീക്ഷയോട് കൂടി നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.